ജിയോ പൊളിറ്റിക്സിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ്, ഏഷ്യ, ലെബനൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഒക്ടോബർ 8 ശേഷം അന്ന് ആ വീഡിയോയും അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നുണ്ട്, ആ തുടങ്ങിയ വാറെന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെ കംപ്ലീറ്റ് ജിയോഗ്രഫി മാറ്റും. അതേപോലെയാണ് ഓരോ ദിവസം പിന്നെ സംഭവിച്ചത്. അത് ബെഞ്ചമിൻ നെതന്യാഹു ഇത് വളരെ പ്രാവശ്യം വളരെ പ്രാവശ്യം റീക്രിയേറ്റ് ചെയ്ത് പറഞ്ഞു. മിഡിൽ ഈസ്റ്റ് ഏഷ്യ മാറും, മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ സമാധാനം ഉണ്ടാകും ഇതോടുകൂടി. ഇനിയിപ്പോൾ നമുക്ക് ലെബനൻ നോക്കാം. ലെബനിൽ എന്താ ഉണ്ടായത് നിങ്ങൾ കണ്ടു കാണും. അതിനുശേഷം ഹിസ്ബുള്ള, നസറുള്ള അയാളെ തൊലച്ച് നാശമാക്കി. ഹിസ്ബുള്ള ഗ്രൂപ്പിനെ തന്നെ വലിയൊരു മിലീഷ്യ ഗ്രൂപ്പായിരുന്നു, ഹൈ പ്രൊഫൈൽഡ് ആയിട്ടുള്ള മിലീഷ്യ ഗ്രൂപ്പ്. എല്ലാ രീതിയിലും സപ്പോർട്ട് കിട്ടും, ഇറാനിയൻ സപ്പോർട്ട് കിട്ടുന്ന, ഇറാൻ്റെ ഫ്രണ്ട് വാറിൻ്റെ സപ്പോർട്ടീവായിട്ടുള്ള മിലീഷ്യ ഗ്രൂപ്പ്. അപ്പോൾ അതിനെ തൊലച്ചങ്ങ് നാശമാക്കി. അന്ന് ഞാൻ പറഞ്ഞു, സൗത്ത് ലെബനൻ, ദക്ഷിണ ലെബനൻ ഇവർ പിടിച്ചെടുക്കും, ഇസ്രായേൽ പിടിച്ചെടുക്കും. അവരത് പിടിച്ചെടുത്തു, അത് ബഫർ സോണാക്കി. അവിടെയുള്ള ആൾക്കാർ പലായനം ചെയ്തു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വാഷിങ്ടൺ പോസ്റ്റിന് ലെബനൻ്റെ പ്രസിഡന്റ് കൊടുത്ത ഇൻ്റർവ്യൂ ഉണ്ട്. മിസ്റ്റർ ജോസഫ് എന്നൊരു പേരാൾ, ക്രിസ്ത്യനാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ സൈനിക മേധാവി ഇതിൻ്റെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ചു കഴിഞ്ഞാൽ ഏകദേശ ധാരണ കിട്ടും എന്താണ് അവിടെ സംഭവിക്കുന്നത്. ഞാൻ ആ പറഞ്ഞ പഴയ വീഡിയോയിൽ പറഞ്ഞ സംഭവം തന്നെ ഫിസിക്കലി അവിടെ സംഭവിക്കുകയാണ്. ഏകദേശം അവിടെ ഉണ്ടായിരുന്ന ഡിസ്പ്ലേസ് ചെയ്തു പോയ ദക്ഷിണ ലെബനനിൽ താമസിക്കുന്ന ആൾക്കാരെ, അതിനകത്ത് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ കയറ്റുന്നുള്ളൂ. പിന്നെ ചെറിയ വിഭാഗം സുന്നി മുസ്ലിംസ്. പിന്നീട് അടുത്ത പ്രാധാന്യം എന്ന് പറയുന്നത്, എവിടൊക്കെയാണ് ഹിസ്ബുള്ളയുടെ ആൾക്കാരും അവർക്ക് സപ്പോർട്ട് ചെയ്ത് പല ക്യാമ്പുകളും അത് ഇതൊക്കെ ഉണ്ട്, അവിടെ ഇസ്രായേൽ ലെബനീസ് ആർമിയുമായിട്ട് ജോയിൻ ചെയ്തിട്ട് അവിടെ സ്ട്രൈക്ക് ചെയ്യുക. അങ്ങനെ ഒരു പലരും ടണലിലും അവിടെ ഇവിടെ കുളിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവിടെ താമസിക്കുന്ന പല ആൾക്കാരും ഹിസ്ബുള്ളയുടെ അനുഭാവികളുണ്ട്. അവരെ എല്ലാം അറസ്റ്റ് ചെയ്ത് പ്രത്യേക സ്ഥലത്തോട് കൊണ്ടുപോവുകയാണ്. അതായത് ദക്ഷിണ ലെബനൻ എന്ന് പറഞ്ഞാൽ പ്രത്യേക അനക്സേഷൻ, പ്രത്യേക ഭാഗമായിട്ട് മാറ്റി. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ, ലെബനീസ് ആൾക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നുണ്ട്. അതായത് ഷിയ മിലിറ്റൻ്റ് ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ആൻറ്റി ലെബനനും ആയിട്ടുള്ള ആൾക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നത്, എന്താണ് ലെബനൻ പ്ലാൻ ചെയ്യുന്നത്? പുതിയതായിട്ട് ഇപ്പോൾ 4000 പേരെ റിക്രൂട്ട് ചെയ്തു ലെബനീസ് ആർമി. കാരണം ലെബനീസ് ആർമി ഒന്നും അല്ലാതായി. കാരണം ഷിയ മിലിറ്റൻ്റ് ഗ്രൂപ്പ് ഹിസ്ബുള്ള അവർ പൊളിറ്റിക്കൽ പവറിലായി, ലെബനൻ്റെ പവറിലായി, ഭരണത്തിലായി. വലിയൊരു മിലിറ്റൻ്റ് ഗ്രൂപ്പ്. ലെബനീസ് ആർമി ഒന്നും അല്ലാതായി. ഒന്നാമത് ദാരിദ്ര്യമുള്ള രാജ്യമായി. അതിനെ തകർത്ത് കളഞ്ഞു. ഒരു സമയത്ത് ലെബനൻ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായിരുന്നു. ഇനിയാണ് അവിടുത്തെ ഇൻട്രസ്റ്റിംഗ് സംഭവം ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. അതായത് ഏകദേശം 4000 പേരെ ലെബനീസ് ആർമി റിക്രൂട്ട് ചെയ്തു. ഇവർ പൂർണ്ണമായിട്ട് ക്രിസ്ത്യൻസാണ്, ലെബനീസ് ക്രിസ്ത്യൻസാണ്. ഇനി ഒരു 6000 പേരെ റിക്രൂട്ട് ചെയ്യുന്ന അത് ക്രിസ്ത്യൻസ് ആയിരിക്കും. അതായത് ലെബനീസ് ആർമിയിൽ എടുക്കാൻ പോകുന്ന ക്രിസ്ത്യൻ ഗ്രൂപ്പ്സിനെയാണ്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെയാണ്. അതിനകത്ത് ഒരു ഷിയാക്കാരെ എടുക്കില്ല, ചിലപ്പോൾ ചില സുന്നി വിശ്വാസികളെ എടുക്കും. അല്ലാതെ ഒരു കാരണവശാലും ഷിയയോ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ആൾക്കാരെ എടുക്കത്തില്ല. അതെന്നാലും അതിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്ന ആർമിക്കകത്ത് ക്രിസ്ത്യൻ ബിലീവേഴ്സ് ആയിരിക്കും. ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഇസ്രായേലായിരിക്കും. ഇവർക്ക് വെപ്പൺ കൊടുക്കുന്നത് അമേരിക്കയായിരിക്കും. അപ്പോൾ അവിടെ ഭൂരിപക്ഷ പ്രദേശം എന്താ ക്രിസ്ത്യൻസായിട്ട് മാറി. ആ തെക്കൻ ലെബനൻ 4 പ്രവിശ്യയുണ്ട്. ഇപ്പം ഹൈലി ഫർട്ടൈൽഡ് ലാൻഡാണിത്. എന്നിട്ട് അടുത്ത പടി എന്ന് പറയുന്നത്, ഈ ലെബനിൽ നിന്നൊക്കെ പോയ വളരെയധികം ക്രിസ്ത്യൻസ് ആൾക്കാരുണ്ട്, കലാപവും ബഹളവും ഒക്കെ ആയിട്ട്. അവരെ തിരിച്ചു കൊണ്ടുവരും. പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും അവിടെയുള്ള പല ലെബനീസ് ആൾക്കാരെ തിരിച്ചുവിടാൻ താല്പര്യമുണ്ട്. അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടിയ പല ആൾക്കാർ, അവരെ തിരിച്ചിവിടെ കൊണ്ടുവന്ന് റീഹാബിലിറ്റേറ്റ് ചെയ്യുക. അതേപോലെ ലോകത്തുള്ള പല ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് താല്പര്യമുണ്ട് തിരിച്ചു വരാൻ.
അപ്പോൾ അവരെ ഈ ലെബനീസ് ഈ തെക്കൻ ലെബനിൽ കൊണ്ട് റീഹാബിലിറ്റേറ്റ് ചെയ്യുക. ഇത് ബേസിക്കലി ഒരു ബിബിളിക്കൽ സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങളുടെ പേരെല്ലാം ബിബിളിക്കൽ ബൈബിളുള്ള സ്ഥലങ്ങളാണ് ഈ പറയുന്ന തെക്കൻ ലെബനൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ. അപ്പം ഇവിടെ ഇവരെ കൊണ്ടുവരികയും സെപ്പറേറ്റ് ആയിട്ട് ലെബനിൽ നിന്ന് ഇതിനെ ഫ്യൂച്ചറിൽ മാറ്റുകയും ചെയ്താണ് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രത്യേക രാജ്യം അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ബഫർ സോൺ. അതുകൊണ്ടാണ് ഇസ്രായേലി ആർമി അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ക്രിസ്ത്യൻസിനെ ജൂയിഷിനെ ഒരുമിച്ച് താമസിക്കുന്ന ഭൂരിപക്ഷം പ്രദേശം. മോഡറേറ്റ് ആയിട്ടുള്ള മുസ്ലിങ്ങളെ മതി അവർക്ക്. ഒന്നാമത് മനസ്സിലാക്കേണ്ട ലെവലിലുള്ള മുസ്ലിങ്ങൾ ബേസിക്കലി ഒരു യൂറോപ്യൻ ഫ്രഞ്ച് കൾച്ചറാണ്. ഒരു ടർക്കി മുസ്ലിംസിനെ പോലെ വേണമെങ്കിൽ പറയാം, അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ടാണ് ടർക്കി സുന്നി മുസ്ലിങ്ങളെ മാത്രം മതി, ഷിയാക്കാരെ വേണ്ട എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കും അവിടെ താമസിക്കാം. അത് മുഴുവൻ സ്കാൻ ചെയ്തിട്ടാണ് ആൾക്കാരെ കയറി. പലയിടത്തും ചെക്ക് പോസ്റ്റോ അത് ഇതൊക്കെ ലെബനീസ് ആർമി ശരിയാക്കി. എവിടെയൊക്കെ അവർക്ക് നേരിടാൻ പറ്റത്തില്ല അവിടെയൊക്കെ ഇസ്രായേൽ ആർമിയുടെ സഹകരണത്തോടു കൂടി അവിടെ ബ്ലാസ്റ്റ് ചെയ്യുക. ഇനി അവിടെയുള്ള ഷിയ മുസ്ലിങ്ങളായിട്ടുള്ള അനുഭാവികളും മറ്റുള്ള ഓരോരുത്തരും ഓരോ പോക്കറ്റിലോട്ട് വളരെ ദൂരെ അങ്ങ് മാറ്റും. ഡിസ്പ്ലേസ്ഡ് ആയിട്ട് പോയ ആൾക്കാർ ക്രിസ്ത്യൻസിനെ മാത്രമേ തിരിച്ചെടുക്കുന്നുള്ളൂ, അല്ല ഷിയ ആൾക്കാരെ തിരിച്ചെടുക്കുന്നില്ല. കംപ്ലീറ്റ് അത് കോൺട്രോൾ ചെയ്ത് മുഴുവൻ അത് കംപ്ലീറ്റ് കവറപ്പ് ചെയ്തു. അപ്പം ഇതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത്. അതായത് ഈ വാറിന് ശേഷം ലെബനൻ്റെ പകുതി ഭാഗം ഇസ്രായേലിൻ്റെ കൂടെ പോകും, അത് പ്രത്യേക രാജ്യമാകും. അതൊരു ക്രിസ്ത്യൻ ജൂയിഷ് കമ്മ്യൂണിറ്റി ആയിരിക്കും അവിടെ കൂടുതലുണ്ടാകുന്നത്. ഇത് തന്നെയാണ് സംഭവിച്ചത്. അപ്പം അന്ന് ഞാൻ ആ വീഡിയോ ചെയ്തപ്പം അതിൻ്റെ താഴെ പല കമൻറ്റുകളും വന്നു. അപ്പം ഈ ലെബനീസ് പ്രസിഡന്റ് ഇൻ്റർവ്യൂവിൽ പറയുന്നത് 1 വർഷം മുമ്പ് ഇതേപോലെ ഒന്ന് ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഹൈലി ഹിസ്ബുള്ളയാണ് അവിടുത്തെ പട്ടാളത്തെക്കാൾ സൂപ്പർ പവർ. ഇപ്പം അവരെ നാശക്കോടാലിയാക്കി, എവിടെ ഇല്ലാത്ത രീതിയിലാക്കി. എവിടൊക്കെ അവരുടെ പ്രസൻസ് ഉണ്ട് അവിടെ പോയി ബോംബിടുക. അപ്പം ഇവരെങ്ങോട്ടില്ലാതെ ഓടുകയാണ്. ഈ രീതിയിൽ ഹിസ്ബുള്ളയെ നശിപ്പിച്ചു. അതിൻ്റെ അനുഭാവികളായിട്ടുള്ള ആൾക്കാരുണ്ട്. കാരണം ഇത് പൊളിറ്റിക്കൽ പാർട്ടി കൂടിയാണ് ഹിസ്ബുള്ള. അപ്പം അതിനെ നശിപ്പിക്കും, അതായത് പൂർണ്ണമായിട്ടും ഹിസ്ബുള്ളയെ നശിപ്പിക്കും. ഇത് റീഹാബിലിറ്റേഷൻ നടക്കുമ്പോൾ ഇതിനകത്ത് ഫണ്ട് ചെയ്യുന്ന അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ചാണ്. ജൂയിഷ് കമ്മ്യൂണിറ്റി ലോകത്തുള്ളവർ ഇതിനകത്ത് ഫണ്ട് ചെയ്യും. പിന്നെ അമേരിക്കയും മറ്റുള്ള പല രാജ്യങ്ങളിൽ ലെബനനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. കാരണം സേഫായിട്ടുള്ള ഒരു സ്ഥലമായിട്ടൊക്കെ മാറും. ഞാൻ നേരത്തെ പറഞ്ഞു, പല നദികളും പുഴകളും ഒക്കെ ഉള്ള സമ്പൽ സമൃദ്ധമാണ് ഈ സ്ഥലം. അപ്പം ഇതിന് അതിൻ്റേതായ ജിയോഗ്രഫിക് ഡെമോഗ്രഫിക് പ്രാധാന്യമുണ്ട്. അപ്പോൾ അതായത് ഇനി വരാൻ പോകുന്ന സമയങ്ങളിൽ ഇത് വലിയൊരു ഡെസ്റ്റിനേഷനായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ് ഈ പറയുന്ന തെക്കൻ ലെബനൻ. അതായത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, തെക്കൻ ലെബനൻ ഇത് പിടിക്കുന്നതോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഗോലൻ ഹൈറ്റ്സ്, അതും ഇസ്രായേലിൻ്റെ കയ്യിലാണ്. അത് സിറിയയുടെ ഭാഗമാണ്, ഡമാസ്കസിൻ്റെ തൊട്ടടുത്ത്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന സംഭവം ബെഞ്ചമിൻ നെതന്യാഹു അന്ന് പറഞ്ഞ കാര്യം ഇന്നു ഫിസിക്കലി അത് ഗ്രൗണ്ടിൽ അത് പ്രായോഗികമായി. കാരണം ഈ പറയുന്ന മാറ്റങ്ങൾ, അവിടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ആർമി വരുന്നു, അതൊരു ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള പ്രദേശമാകുന്നു. അവിടെ സുന്നി മുസ്ലിങ്ങളെ മോഡറേറ്റ് ആയിട്ടുള്ളവരെ മാത്രമേ കയറ്റുകയുള്ളൂ. ലോകത്ത് എവിടെയൊക്കെ പോയിട്ടുണ്ട് ലെബനീസ്, അവർക്ക് തിരിച്ചു വരാൻ അവർക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി അമേരിക്ക ജൂയിഷ് കമ്മ്യൂണിറ്റി അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരു ഹൈടെക് സിറ്റി ആയിട്ട് ആ പ്രദേശത്തെ അങ്ങ് മാറ്റും. അതായത് ലെബനൻ്റെ ഒരു ശാപം ഇതോടുകൂടി അങ്ങ് തീരുവാണ്. ഇപ്പം ഇതെല്ലാം കൂടെ പറഞ്ഞു വരുമ്പോൾ ഈ ബിബ്ലിക്കൽ പ്രവചനം പോലെ തന്നെ സംഭവിക്കുകയാണ് എന്താണ് ലെബനനിൽ ഉണ്ടായത്. നിങ്ങൾ നോക്കുക, ആ ഇൻ്റർവ്യൂ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഓരോ പോയിന്റ് ബൈ പോയിന്റ്. അതായത് വലിയൊരു പ്രദേശം ഇസ്രായേലിൻ്റെ ഒരു 1000 ഇരട്ടി വലുതാണ് ഈ പറയുന്ന ലെബനൻ്റെ തെക്കൻ പ്രദേശം. അത് മുഴുവനും ഇസ്രായേലിൻ്റെ അധീനതയിലുള്ള അവർ കൺട്രോൾ ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമാകുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകാൻ പോകുന്ന ഇസ്രായേൽ സൂപ്പർ ഡൂപ്പർ പവറായി മാറുകയാണ്. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എങ്ങനെയാണ് പവറാകാതെ പ്രദേശങ്ങളും ആ സ്ഥലവും മിലിറ്ററി പവറും അമേരിക്കയുടെ പിന്തുണയും, അതായത് മിഡിൽ ഈസ്റ്റ് ഏഷ്യ നമ്മൾ എന്തുവാണ് കണ്ടുകൊണ്ടിരുന്നത് അത് പൂർണ്ണമായിട്ടും മാറുന്നു. അവിടെ സമാധാനം ഉണ്ടാകുന്നു. അതും വലിയൊരു കാരണം ഈ ലെബനൻ എന്ന് പറഞ്ഞ രാജ്യം സമാധാനം ഇല്ലാത്തൊരു രാജ്യമായിരുന്നു. സിറിയ ദിവസവും പ്രശ്നവും ടെററിസവും ബഹളവുമായിരുന്നു.
അതിനൊരു അറുതി ഉണ്ടാവുകയാണ്. അതാണ് ലോകസമാധാനത്തിന് ഏറ്റവും താല്പര്യം.